ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 44 ആണ്. കാണ്ട് ഹെൽപ്പ് പ്ലസ് വെർബ് ഐ എൻ ജി എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എന്നോട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയണം, എടാ എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയണം, മീറ്റിങ്ങിനൊന്നും പോകണ്ടടാ, നമുക്കിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോയാലോ, നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലടാ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്, ഐ കാണ്ട് ഹെൽപ്പ് ഗോയിങ് ദർ. എനിക്ക് അങ്ങോട്ട് പോവാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ പോവും. എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ കഴിയില്ല, ഞാൻ എന്തായാലും പോവും. ഇതാണ് അർത്ഥം. ഐ കാണ്ട് ഹെൽപ്പ് ഗോയിങ് ദർ. എനിക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയില്ല, ഞാൻ പോകും. ഓക്കെ, അർത്ഥം നോക്കിക്കേ. കാണ്ട് ഹെൽപ്പ് പ്ലസ് വെർബ് ഐ എൻ ജി എന്താണ് അർത്ഥം വരുന്നത്? എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ ഇവിടെ ഐ എൻ ജി മസ്റ്റ് ആണ് കേട്ടോ. എക്സാമ്പിളുകൾ നോക്കാം. ഐ കാണ്ട് ഹെൽപ്പ് നിറ്റിങ്. എനിക്ക് തുന്നാതിരിക്കാൻ കഴിയില്ല, ഞാൻ തുന്നും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ തുന്നുന്ന സംഭവം എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയണത്, അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ നീ തുന്നൊന്നും വേണ്ട, നീ ഇപ്പം മെഷീൻസൊക്കെ വന്നിട്ടുള്ളതല്ലേ, നീ അതൊന്നും ചെയ്യേണ്ട, നീ മെഷീൻ വെച്ച് ചെയ്താൽ മതി. അപ്പം ഞാൻ പറയുന്നത്, എടാ ഐ കാൺ ഹെൽപ്പ് നീറ്റിങ്. എനിക്ക് ഇങ്ങനെ തുന്നാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അതൊരു പാഷനാണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്രേസ്. എനിക്ക് ഭയങ്കര ക്രേസ് ആയിരിക്കണം ആ സംഭവം. ഓക്കെ, എനിക്ക് സ്കേറ്റിങ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് നോക്കി അവന് സ്കേറ്റിങ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവൻ എന്തായാലും ചെയ്യും. ഹി കാണ്ട് ഹെൽപ്പ് സ്കേറ്റിംഗ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സഹായിക്കുക, അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ സഹായിക്കുക എന്നുള്ള ഒരു അർത്ഥം ഒന്നും അവിടെ വരുന്നില്ല. ഹെൽപ്പിന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവിടെ വരുന്നത് ഹി കാണ്ട് ഹെൽപ്പ് സ്കേറ്റിംഗ്. അവന് സ്കേറ്റിംഗ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അത് അവൻ്റെ പാഷനാണ്, അവൻ എന്തായാലും അത് ചെയ്യും. അവൾക്ക് കുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ആരാ, ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുക്കിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, ഷി കാൺ ഹെൽപ്പ് കുക്കിംഗ്. അവൾക്ക് കുക്കിംഗ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അവളത് ചെയ്യും. ബിക്കോസ് അവളുടെ അവളുടെ ആ ഒരു യൂട്യൂബ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതാണ് അവൾ ചെയ്യുന്ന കാര്യം എന്ന് പറയാം. യു കാൺ ഹെൽപ്പ് ഗോയിങ് ടു സ്കൂൾ. നിനക്ക് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല, നീ പോവണം. ബിക്കോസ് സ്കൂളിൽ പഠിക്കാണ്ട് നമുക്ക് ലൈഫിൽ സക്സസ് ആവാനായിട്ട് പറ്റില്ല. മേ ബി ചിലർ പറയും പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ ദിസ് ഇസ് എ ഫാക്ട്. ദേ കാൺ ഹെൽപ്പ് ഈറ്റിംഗ് പിസ്സ. അവർക്ക് പിസ്സ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല, അവർ കഴിക്കും. അവർ റെഗുലറായിട്ട് എല്ലാ ആഴ്ചകളിലും പിസ്സ കഴിക്കുന്നതാണ്. ദേ കാൺ ഹെൽപ്പ് ഈറ്റിംഗ് പിസ്സ. അവർക്ക് പിസ്സ കഴിക്കാതിരിക്കാൻ കഴിയില്ല, അവർ കഴിക്കും, അവരെന്തായാലും കഴിക്കും. ദേ കാണ്ട് ഹെൽപ്പ് ഈറ്റിംഗ് പിസ്സ ബിക്കോസ് പിസ്സ ഈസ് ദെയർ ഫേവറേറ്റ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, വി കാൺ ഹെൽപ്പ് ബൈയിങ് എ ലാപ്ടോപ്പ്. ഞങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങാതിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ വാങ്ങും. ബിക്കോസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ബിസിനസ്സിനായിട്ട് എന്ത് വേണം? ഒരു ലാപ്ടോപ്പ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ വാങ്ങും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വാങ്ങും. വി കാൺ ഹെൽപ്പ് ബൈയിങ് എ ലാപ്ടോപ്പ്. ഓക്കെ, ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങാതിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ വാങ്ങും. ദേ കാൺ ഹെൽപ്പ് റീഡിങ്. അവർക്ക് വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല, ബിക്കോസ് റീഡിങ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. ദേ ആർ റിയലി വൊറാഷ്യസ് റീഡേഴ്സ്. അവർ ഭയങ്കരമായിട്ട് റീഡിങ് താല്പര്യപ്പെടുന്ന ആളുകളാണ്. ദേ കാൺ ഹെൽപ്പ് റീഡിങ്. അവർക്ക് വായിക്കാണ്ടിരിക്കാൻ പറ്റില്ല, അവർ വായിക്കും. ദേ കാൺ ഹെൽപ്പ് റീഡിങ്. ഓക്കെ, ഹി കാണ്ട് ഹെൽപ്പ് പ്ലേയിങ് ഫുട്ബോൾ. അവന് ഫുട്ബോൾ കളിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം നോക്കിക്കേ, നമ്മുടെ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ, അവരെ മുതൽ ഫുട്ബോൾ കളിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഹി കാണ്ട് ഹെൽപ്പ് പ്ലേയിങ് ഫുട്ബോൾ, അല്ലെങ്കിൽ ദേ കാൺ ഹെൽപ്പ് പ്ലേയിങ് ഫുട്ബോൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷി കാൺ ഹെൽപ്പ് ഗോയിങ് ടു ദുബായ്. അവൾക്ക് ദുബായിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല, അവൾ പോവും. ബിക്കോസ് അവൾക്ക് ആ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, അവൾ പോവും. ഹി കാൺ ഹെൽപ്പ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. അവന് ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അവൻ എന്തായാലും ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല, എന്തായാലും ചെയ്യും.